ഇതാണ് റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ്. റൂമിലേക്ക് കയറുന്നതോടെ തന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു പീസ്ഫുൾ ആംബിയൻസ് വിത്ത് എയർ ഫിൽട്രേഷൻ എന്നൊക്കെ വേണേൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഈ സൈഡിലായിട്ടാണ് റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ്റെ അവിടെ ബുക്സും കാര്യങ്ങളൊക്കെ റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട്. ആൻഡ് ഇതാണ് റൂമിലേക്ക് പോകുന്ന സ്റ്റെയർസ് വരുന്നത്. ഓക്കെ, ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണിത്. ഇത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡല്ല. പക്ഷെ വിഷയം വ്യൂ ഒന്നും പറയാനില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ലോക്കൽസ് ഉണ്ട് ഇവിടെ. കാരണം ഇത് ഹോട്ടൽ സെറ്റപ്പ് ആണെങ്കിലും ഇവിടെ കുറേ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ വെച്ചാൽ ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു വ്യൂ കാണിച്ചുതരാം. കണ്ടില്ലേ, മഞ്ഞും സംഭവങ്ങളൊക്കെ വൈബ് വ്യൂ ആട്ടോ, ഒന്നും പറയാനില്ല ഇവിടെ. നമ്മൾ ഈ ടാങ്കും കാര്യങ്ങളൊന്നും നോക്കണ്ട, അല്ലാണ്ട് ഇവിടുത്തെ വ്യൂ വൻ വിഷയമാണ്. നല്ല പച്ചപ്പും സംഭവങ്ങളൊക്കെ ആയിട്ട് സംഭവം. റൂമിൻ്റെ അടുത്ത് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയും ചില സംഭവങ്ങളൊക്കെ യാക്കിൻ്റെ തൊഴുത്താണെന്ന് തോന്നുന്നത്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഒരു യാക്കിനെ കണ്ടിന്, ഈ തൊഴുത്തിൻ്റെ അകത്തൊന്നും കാണാനില്ല. ആടാണോ യാക്കാണോ എന്നൊരു ചെറിയ ഐഡിയ ഇട്ടില്ല. വരുമ്പോൾ ഞങ്ങളൊരു യാക്കിനെ കണ്ടിന് ഇതിൻ്റെ തൊട്ടടുത്ത്, നല്ല രസമുള്ളൊരു യാക്ക്. പിന്നെ അവിടെ ഇങ്ങനെ യാക്കിൻ്റെ ആണോ ആടിൻ്റെ അല്ല എനിക്ക് ഉറപ്പാണ്, ഏതൊരു പശുവിൻ്റെ ആണ്. ഇവിടെ എന്താ ഈ തൊഴുത്തിലുള്ളതെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ ഇട്ടില്ല. പക്ഷേ ഇവിടെ കുറച്ച് ചാണകമൊക്കെ ഉണ്ട്. പക്ഷേ വലിയ ചവിട്ട് അത്രമാത്രം പോറ് വഴിയൊന്നുമില്ല കേട്ടോ. നല്ല നടക്കുമ്പോൾ അത്യാവശ്യം വൈബ് കിട്ടുന്ന വഴിയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ നടക്കണ വഴി, നല്ല വൈബാണ്. ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ടാണോ അറിയില്ല, ഞാൻ വന്ന സീസൺ എങ്ങനെയാണോ അറിയില്ല, എനിക്ക് ഓരോ തണുപ്പോ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി ഒരു വൃത്തിയുള്ള തണുപ്പും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള അടിപൊളി മണാലി. ഇതാണ് നമ്മളെ മോർണിംഗത്തെ ഫുഡ്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വെജ് ധാബയിൽ നിന്ന് കഴിക്കുകയാണ്. ആലുപ്രാന്തിയും പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ ഗ്രേവി ഉണ്ട്, കഴിച്ച് നോക്കട്ടെ. ഇത് മണാലിയിലെ ഞങ്ങളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്, മനു ടെമ്പിൾ എന്നാണ് ഇതിന് പറയുന്നത്. ലൊക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. ഞാൻ എന്തായാലും വീഡിയോൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യാം. നല്ല രസമുണ്ട്. ഇങ്ങോട്ട് ഇത് അടുത്താണ്, ഞങ്ങളെ റൂമിൽ നിന്ന് ജസ്റ്റ് വാക്കവേ ഒരു 2 മിനിറ്റ്സിൻ്റെ വാക്കിങ്ങേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇതിപ്പോൾ ഞങ്ങൾ വന്ന മനു ടെമ്പിളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. സത്യം പറയാമല്ലോ ഒരു രക്ഷയില്ല, സീൻ സാധനം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ മഞ്ഞക്കുള്ള മലയൊക്കെ കാണാം. കിട്ടില്ല വ്യൂ, ഒന്നും പറയാനില്ലടേ. ഇതാണ് മനു ടെമ്പിൾ. ഇവിടെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസൊക്കെ കിട്ടും മനു ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങാം. അതേപോലെ തന്നെ ഇവിടെ ഈ വരുന്ന വഴിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്സും പിന്നെ കുറേ സാധനങ്ങൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് വെക്കുന്ന ഓരോ ഷോപ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇതാണ് മനു ടെമ്പിളിലേക്കുള്ള എൻട്രി. ഞാൻ ഉള്ളിൽ വീഡിയോ എടുക്കുന്നില്ല, ഇൻ കേസ് ചാൻസ് കിട്ടിയാൽ നമുക്കൊന്ന് ശ്രമിക്കാം. ഈ മനു ടെമ്പിളിൻ്റെ അകത്ത് ഒരു ചെറിയ പയ്യനാണ് ഈ പ്രസാദമൊക്കെ ഞങ്ങൾക്ക് തന്നത്. ഒരു ചെറിയ പയ്യൻ, എൻ്റെ മുട്ടിൻ്റെ അത്ര ഉള്ളൊരു പയ്യൻ എനിക്ക് കുറി വെച്ച് തന്നു. പിന്നെ ഒരു കഴിക്കുന്ന ടൈപ്പ് പ്രസാദവും തന്നു. പയ്യനകത്തുണ്ട്. അപ്പോൾ ഞാൻ പയ്യനോട് ചോദിച്ച് ആരെങ്കിലും വേറെ ആരും ഇല്ലേ, ഒറ്റക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല ഗുരു ഉണ്ട്, ഗുരു വരും. അപ്പോൾ മനസ്സിലായി ഗുരു ഇല്ലാത്ത ടൈം പുള്ളിയാണ് ഇവിടെ സീൻ. ഞാൻ ചോദിച്ചു ചെക്കനോട് ഒരു സെൽഫി എടുക്കാൻ. ചെക്കൻ പറഞ്ഞു നോ ചെക്കൻ്റെ കൂടിയും പറ്റില്ല, അമ്പലത്തിൻ്റെ ഇൻസൈഡും പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താ ഇൻസൈഡ് ഫുട്ടേജസ് ഒന്നും എടുത്തിട്ടില്ല, ഔട്ട് സൈഡ് എടുക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. നല്ലൊരു വൈബുള്ള സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ഈ സൈഡ് മനു ടെമ്പിളിൻ്റെ ഈ സൈഡ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാം. മണാലി വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു ഗോഡ്സാണ് അധികം, വേറെ ബുദ്ധൻ അങ്ങനെയല്ല ഈ ടെമ്പിളിൽ വരുന്നത്. അധികം ഹിന്ദു ഗോഡ്സ് തന്നെയാണ്. ഇപ്പോഴത്തെ വ്യൂവും വിഷയമാണ്. അമ്പലവും നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. ഇവിടെ ആരും നിങ്ങളെ വെറുപ്പിക്കുന്നില്ല വീഡിയോ എടുക്കുന്നതിനോ കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. ഈ അമ്പലത്തിൽ നിന്നല്ല, പ്രത്യേകിച്ച് ഈ മണാലി ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്പോട്ടിലൊക്കെ ഇതുപോലത്തെ നായ്ക്കളും ഇതൊക്കെ ഉണ്ട്. ഭയങ്കര രോമം കാര്യങ്ങളൊക്കെ ഉള്ള നായ്ക്കളെ, വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇത് നായ്ക്കൾ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. നമ്മളെ വെറുതായിട്ട് നമ്മളെ നാട്ടിലെ നായ്ക്കളെ മാതിരി നമ്മളെ വെറുപ്പിക്കുന്നില്ല, അത്രയ്ക്ക് സമാധാനം. ഇതാണ് മനു ടെമ്പിളിലേക്കുള്ള എൻട്രി. ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കും നമ്മളെ. പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ എന്നെ വലുതായിട്ട് കാര്യമാക്കുന്നില്ല. അവരവരുടെ പരിപാടി എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു നേച്ചർ. പിന്നെ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. അവരുടെ ലൈഫ് കാര്യങ്ങൾ ഇവിടെ തൊട്ടടുത്ത് ലോക്കലായിട്ടുള്ള അവരുടെ ഇതായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ. പിന്നെ മനു ടെമ്പിളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ കയറി വരുമ്പോഴേ ചെരുപ്പ് വരേണ്ട ആവശ്യമൊന്നുമില്ല. കയറുന്നതിന് തൊട്ട് മുന്നേ അത് അവിടെ കണ്ടില്ലേ ഇരുന്നിട്ട് എല്ലാവരും ചെരുപ്പ് ഊരുന്നത്. അതുപോലെ ഒന്ന് കയറുന്നതിന് തൊട്ട് മുന്നേ ചെരുപ്പ് ഊരിയാൽ മതി, തിരിച്ച് വരുമ്പോൾ വേറെ ചെയ്യാം. നല്ലൊരു ആംബിയൻസ് ആണ്. സത്യം പറയാമല്ലോ, നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലായിട്ടും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരു ഈവനിങ് ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വൈബ് കിട്ടും. കാരണം ഈവനിങ് ടൈം ഈ മനു ടെമ്പിളിൻ്റെ ആ ഒരു പരിസരമൊക്കെ ഭയങ്കര രസമായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ലേശം വെയിലുണ്ട്. ഈ വെയിലുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ചൂട് ഫീൽ ചെയ്യുന്നത്. തണലത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ തണുപ്പാണ്, വലിയ സീനൊന്നുമില്ല. ഇത് ഇവിടെ ഉള്ള ഒരു ഹാൻഡ് മെയ്ഡ് ഷോപ്പാണ്. അധികം ലേഡീസിന് പറ്റിയ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. മാല, കമ്മൽ,
ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഒക്കെ ഉള്ള കമ്മൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് മനു ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. പിന്നെ ബോയ്സിന് പറ്റിയ മാതിരി വൺ പീസ് അങ്ങനത്തെ ആനിമേ ക്യാരക്ടേഴ്സിൻ്റെ കീച്ചെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അത്യാവശ്യം നല്ല ഷോപ്പാണ്. നിങ്ങൾക്ക് വേണേൽ വന്ന് ട്രൈ ചെയ്യാം. മനു ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഈ മനു ടെമ്പിളിൻ്റെ താഴത്തേക്ക് നടന്നു വരുന്ന വഴിക്ക് ഇതുപോലത്തെ തുണി ഷോപ്സും പിന്നെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് വെക്കുന്ന ഷോപ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലവർ സാമാൻ നോക്കും. സോ അതുകൊണ്ട് എന്താ വെച്ചാൽ 2-3 പീഡിയ കയറുക എന്നിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുക. കാരണം ഇപ്പോൾ തുണി വിൽക്കുന്ന ഷോപ്പാണെങ്കിലും ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഷോപ്പാണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക ഇഷ്ടമുള്ളത് വാങ്ങുക. ഇത് ഇവിടെ ഉള്ളൊരു ഷോപ്പാണ്. ഇവരുടെ അടുത്ത് ക്യാൻഡിൽ ബോക്സസും പിന്നെ എന്താ പറയുക മനു ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ളതാണ്. ക്യാൻഡിൽ ബോക്സ് ഇവർ ഫുൾ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെ പ്രൊഡക്ട്സ് ഒക്കെ കൊള്ളാം. ഇവരെ വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇവരെ ഷോപ്പ് ചീപ്പ് വിലയും കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് വരേണ്ടത് ഇതൊന്ന് ട്രൈ നോക്കാം. ഞങ്ങളിവിടെ റെൻ്റൽ ബൈക്ക് എടുത്തിട്ട് പെട്രോൾ അടിക്കാൻ വന്നതാണ്. ഇവിടെ വില കേട്ടോ പെട്രോളിന്. ഇവിടെ പെട്രോളിന് ലിറ്ററിന് 96 ഇല്ല. നമ്മളെ നാട്ടിലെ മാതിരി 100 സംതിങ് ഒന്നും ഇല്ല. ലാഭമാണ്. നമ്മൾ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ കണ്ട ഒരു സ്ഥലമാണ്. ശരിക്കും ഞാൻ സോലങ് വാലി പോകണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ സോലങ് വാലി ഒരു താഴ്വാരം പോലത്തെ സ്ഥലമാണ്. സോ അവിടെ ഈ ടൈം പോയി കഴിഞ്ഞാൽ എന്താ പറയുക വെയിലായിരിക്കും. അപ്പോൾ ഒന്ന് ഈവനിങ് ആയിട്ട് അവിടെ പിടിക്കാമെന്നാണ് വിചാരിച്ചത്. ഈ സ്ഥലം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക കുറച്ച് തണലും വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇപ്പോൾ അവിടെ പിടിക്കുക. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് സോലങ് വാലിയും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് കയറിയതാണ്. ഇത് നമ്മളെ റൂമിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഞങ്ങൾ വണ്ടി റെൻറ്റിന് വണ്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും ഇവിടെ സ്പെഷ്യലായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വന്ന് എത്തുമ്പോൾ കാണുന്ന വ്യൂസ് ആണ്. ഇവിടെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അത് നിങ്ങൾ റോട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കാണാം. കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കയറിൽ കെട്ടിയിട്ട് നടുക്ക് വെച്ചിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി പൊന്തുന്ന മാതിരത്തെ ഒരു പരിപാടിയാണിത്. ഇത് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ താല്പര്യം പങ്കെടുക്കുക അവിടെ വന്നിട്ട്. ആൻഡ് ഇവിടത്തെ വ്യൂസൊക്കെ നല്ല രസമാണ്. ഇത് അത്യാവശ്യം നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ ഒരു സ്ഥലമാണിത്. ആൻഡ് ഇവിടെ നിന്ന് തന്നെ നല്ലൊരു വ്യൂ, മൗണ്ടൻ വ്യൂ ഉണ്ട് നമുക്ക്. പിന്നെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന കാണാൻ. ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിലൊക്കെ വേസ്റ്റ് ഇട്ട് ഈ വെള്ളം കലമ്പാക്കുന്നവരോടാണ് എനിക്ക് ഒന്നും പറയാനില്ല. അത് കാരണം ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടക്കേണ്ട ടൂറിസ്റ്റ് പ്ലേസാണ്. നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. അതെനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങനെ നമ്മളൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസ്, നല്ല വെള്ളമാണ്. ആ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം. അതിങ്ങനെ കുപ്പിയും കാര്യങ്ങളും വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇതാക്കുക. ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമുക്ക് ശേഷം ഇവിടെ കുറേ ആൾക്കാർ വരാനുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആ നല്ലപോലെ എന്താ പറയുക സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ സ്ഥലം നൈസാണ്. ഓൾഡ് മണാലിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഞാൻ താമസിച്ച റൂമിൻ്റെ തൊട്ട് താഴത്തായിട്ട് വരുന്ന പ്ലേസ് ആണിത്. എനിക്ക് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഞങ്ങൾ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടിയിലാണ്.